ഇനി നമുക്ക് ഡോട്ട് പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടുള്ള ഒരു റിസൾട്ട് നോക്കാം. പ്രൊജക്ഷൻ ഓഫ് എ വെക്റ്റർ എ ഓൺ വെക്റ്റർ ബി. പ്രൊജക്ഷൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു എ ഡോട്ട് ബി ഡിവൈഡഡ് ബൈ മോഡ് ബി. നിങ്ങൾക്കറിയാം എ ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ ഒരു സ്കാലാർ ക്വാണ്ടിറ്റിയാണ്. മോഡ്ലെസ് ഓഫ് ബിയും ഒരു സ്കാലാർ ക്വാണ്ടിറ്റിയാണ്. ഇത് ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടിയ ഒരു സ്കാലാറാണ്. അപ്പോൾ ഇത് പ്രൊജക്ഷൻ വെക്റ്ററിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് പ്രൊജക്ഷൻ ഓഫ് എ ഓൺ ബി എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ബി എന്ന് പറയുന്ന വെക്റ്ററാണെന്ന് വിചാരിക്കുക, ഇത് എ എന്ന് പറയുന്ന വെക്റ്ററാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഒരു വെക്റ്റർ ഒ എം എന്ന് പറയുന്ന ഈ ഒരു വെക്റ്ററിന്റെ പ്രൊജക്ഷൻ ഓഫ് ദിസ് വെക്റ്റർ എ ഓൺ ബി എന്ന് പറഞ്ഞാൽ ഈ വെക്റ്ററിന്റെ ടെർമിനൽ പോയിന്റിന്ന് ബി എന്ന് പറയുന്ന വെക്റ്ററിലേക്ക് ഒരു പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്യുക. അതിവിടെ എൻ എന്ന് പറയുന്ന പോയിന്റിൽ ആണ് എത്തുന്നതെങ്കിൽ ഈ ഒ എൻ എന്ന് പറയുന്ന വെക്റ്ററാണ് പ്രൊജക്ഷൻ വെക്റ്റർ. ആ പ്രൊജക്ഷൻ വെക്റ്ററിന്റെ മാഗ്നിറ്റ്യൂഡ് കിട്ടാൻ എ ഡോട്ട് ബി ബൈ മോഡ് ബി ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. സോ ഇതാണ് ഇതിൻ്റെ തിയറി. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് ചോദിച്ചിട്ടുള്ള ഫൈൻഡ് ദി പ്രൊജക്ഷൻ ഓഫ് ഐ മൈനസ് ജെ ഓൺ ദി വെക്റ്റർ ഐ പ്ലസ് ജെ. അപ്പോൾ ഇവിടെ ഐ മൈനസ് ജെ എന്ന് പറഞ്ഞാൽ നമ്മുടെ എ വെക്റ്റർ എ ആണ്. ഐ പ്ലസ് ജെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെക്റ്റർ ബി ആണ്. അപ്പോൾ പ്രൊജക്ഷൻ ഓഫ് എ ഓൺ ബി ഈക്വൽ ടു ഇതിൻ്റെ രണ്ടിൻ്റെയും ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കണം. ഐ മൈനസ് ജെ ഡോട്ട് ഐ പ്ലസ് ജെ ഡിവൈഡഡ് ബൈ രണ്ടാമത്തെ വെക്റ്ററിൻ്റെ മോഡുലസ്. ഇതിൻ്റെ മോഡുലസ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് 1² ഐൻ്റെ കോഎഫിഷ്യൻ്റ് 1, ഇപ്പോൾ 1² പ്ലസ് ജെൻ്റെ കോഎഫിഷ്യൻ്റ് 1, റൂട്ട് 1² പ്ലസ് 1² എന്ന് വരും. മുകളിലത്തെ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ കറസ്പോണ്ടിങ് ടേംസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യുക. അപ്പോൾ ഐൻ്റെ കോഎഫിഷ്യൻസ് 1 ആണ്. അപ്പോൾ 1 × 1 1 പ്ലസ് -1 × 1 -1 by root 1 + 1 2. 1 - 1 0 ആണ്. സോ ഇതിൻ്റെ ആൻസർ 0 ആണ്. സോ പ്രൊജക്ഷൻ ഓഫ് ഐ മൈനസ് ജെ ഓൺ ദി വെക്റ്റർ ഐ പ്ലസ് ജെ ഈസ് 0. സോ ഇത്രയാണ് പ്രൊജക്ഷൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യേണ്ടത്. ഓക്കെ. Find the projection of the line joining 1 - 2 - 1 to 3 1 1 on the vector 4i minus 3j plus 2k. അപ്പം ഈ രണ്ട് പോയിന്റ്സ് 1 - 2 - 1ഉം 3 1 1ഉം ഈ രണ്ട് പോയിന്റ്സും ജോയിൻ ചെയ്യുന്ന ലൈൻ ആ ഒരു വെക്റ്റർ ഓൺ ദി വെക്റ്റർ 4i minus 3j plus 12k അതിൻ്റെ പ്രൊജക്ഷനാണ് നിങ്ങൾക്ക് കാണേണ്ടത്. സോ ആദ്യം തന്നെ പ്രൊജക്ഷൻ ഓഫ് എ ഓൺ ബി, അത് അങ്ങനെയാണെങ്കിൽ എ വെക്റ്റർ എ ഏതാണെന്ന് കണ്ടുപിടിക്കണം. വെക്റ്റർ എ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഈ രണ്ട് പോയിന്റ്സും ജോയിൻ ചെയ്യുന്ന ലൈൻ ജോയിനിങ് 1 - 2 - 1 to 3 1 1 ആണ്. അപ്പോൾ അത് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഇതിൻ്റെ പൊസിഷൻ വെക്റ്ററുകൾ തമ്മിലുള്ള ഡിഫറൻസ് എടുത്താൽ മതി. ഒ ബി മൈനസ് ഒ എ, അതായത് ഈ പോയിന്റ് ബിയും ഈ പോയിന്റ് എയും ആണെങ്കിൽ ഒ ബി മൈനസ് ഒ ബി എന്ന് പറയുന്നത് ഇതിൻ്റെ പൊസിഷൻ വെക്റ്റർ. ഈ പോയിന്റിന് പൊസിഷൻ വെക്റ്റർ ഇട്ടാൽ 3i പ്ലസ് ജെ പ്ലസ് കെ മൈനസ് ഒ എ എന്ന് പറഞ്ഞാൽ ഈ പോയിന്റിൻ്റെ പൊസിഷൻ വെക്റ്റർ, അതായത് ഐ മൈനസ് 2j minus k, which is equal to 3i minus I 2i plus j minus 2j, minus plus ആകും 2j plus j 3j plus k minus k, minus plus ആകും. അപ്പോൾ k plus k 2k. അപ്പോൾ ഇതാണ് നമ്മുടെ എ എന്ന് പറയുന്ന വെക്റ്റർ. ബി എന്ന് പറയുന്ന വെക്റ്റർ ഇതാണ്. അങ്ങനെയാണെങ്കിൽ പ്രൊജക്ഷൻ ഓഫ് എ ഓൺ ബി
which is equal to a dot b by mod b. A dot b means 2i plus 3j plus 2k. ഇതാണ് നമ്മുടെ a. b എന്ന് പറഞ്ഞാൽ ഇതാണ് 4i minus 3j plus 12k divided by ഈ രണ്ടാമത്തെ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് വേണം. രണ്ടാമത്തെ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ 4ന്റെ സ്ക്വയർ പ്ലസ് മൈനസ് 3ന്റെ സ്ക്വയർ പ്ലസ് 12ന്റെ സ്ക്വയർ. സോ ദിസ് ഈസ് ഈക്വൽ ടു ഇതിന്റെ ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ 2 into 4 8 പ്ലസ് 3 into minus 3 minus 9 plus 2 into 12 24 divided by 16 plus 9 plus 144 അതിന്റെ റൂട്ട് 8 minus 9 എന്ന് പറഞ്ഞാൽ minus 1 24 plus 24 എന്ന് പറയുമ്പോൾ 23 divided by 169. 169 is 13. Root 169 is 13. So this is 23 by 13. So 23 by 13 is the projection. Next, find the angle between the vectors I minus j plus k and minus I plus j plus 2k. അപ്പോൾ നമ്മൾ നേരത്തെ ഇങ്ങനെ ഒരു റിസൾട്ട് കണ്ടിട്ടുണ്ട്. രണ്ട് വെക്ടേഴ്സ് എ ആൻഡ് ബി, അതിൻ്റെ ഇടയ്ക്കുള്ള ആംഗിൾ ബിറ്റ്വീൻ വെക്ടർ എ ആൻഡ് വെക്ടർ ബി, അത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു റിസൾട്ട് ഉണ്ടായിരുന്നു. എ ഡോട്ട് ബി എന്ന് പറയുന്നത് മോഡ് എ മോഡ് ബി കോസ് തീറ്റയാണെന്ന്. അവിടെ നിന്ന് നിങ്ങൾക്ക് കോസ് തീറ്റ ഒരു സൈഡിൽ വെച്ച് കോസ് തീറ്റനെ സൈഡിൽ വെച്ചിട്ട് ബാക്കി മോഡ് എ മോഡ് ബിനെ മറ്റേ സൈഡിലേക്ക് കൊണ്ടുപോയാൽ കോസ് തീറ്റ ഇസ് ഈക്വൽ ടു എ ഡോട്ട് ബി ബൈ മോഡ് എ മോഡ് ബി എന്ന് കിട്ടും. അവിടെ നിന്ന് വരുന്ന റിസൾട്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. തീറ്റ ഇസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് എ ഡോട്ട് ബി ബൈ മോഡ് എ മോഡ് ബി. ഇത് ഇങ്ങനെയല്ലെങ്കിൽ ഇങ്ങനെ കണ്ടുപിടിച്ചാൽ മതി. കോസ് തീറ്റ ഇസ് ഈക്വൽ ടു എ ഡോട്ട് ബി ബൈ മോഡ് എ മോഡ് ബി. ഇത് കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് കോസിൻ്റെ ഏത് ആംഗിളിലാണ് ഈ വാല്യൂ കിട്ടുന്നത് നോക്കുക, അതായിരിക്കും തീറ്റ. അപ്പോൾ ഇവിടെ നിങ്ങൾ ഫസ്റ്റ് കോസ് തീറ്റ കണ്ടുപിടിക്കുക. കോസ് തീറ്റ ഇസ് ഈക്വൽ ടു എ ഡോട്ട് ബി ബൈ മോഡ് എ മോഡ് ബി. എ ഡോട്ട് ബി എന്ന് പറയുന്നത് ഐ മൈനസ് ജെ പ്ലസ് കെ ഡോട്ട് മൈനസ് ഐ പ്ലസ് ജെ പ്ലസ് 2k divided by mod A. mod A എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മോഡുലസ്, ഐൻ്റെ കോഎഫിഷ്യൻറ്റ് 1, 1ൻ്റെ സ്ക്വയർ പ്ലസ് ജെൻ്റെ കോഎഫിഷ്യൻറ്റ് -1, -1 ഹോൾ സ്ക്വയർ പ്ലസ് കെൻ്റെ കോഎഫിഷ്യൻറ്റ് 1, 1ൻ്റെ സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് അത് കഴിഞ്ഞാൽ മോഡ് എ ചെയ്ത് കഴിഞ്ഞാൽ ഇൻറ്റു മോഡ് ബി വേണം. മോഡ് ബി എന്ന് പറഞ്ഞാൽ ഇതാണ് ബി. അപ്പം റൂട്ട് ഓഫ് ഐൻ്റെ കോഎഫിഷ്യൻറ്റ് -1 അതിൻ്റെ സ്ക്വയർ പ്ലസ് ജെൻ്റെ കോഎഫിഷ്യൻറ്റ് 1, 1 സ്ക്വയർ പ്ലസ് കെൻ്റെ കോഎഫിഷ്യൻറ്റ് 2, 2 സ്ക്വയർ. ദിസ് ഈസ് ഈക്വൽ ടു ഡോട്ട് പ്രൊഡക്റ്റ് എടുത്താൽ 1 ഇൻറ്റു -1 ഐൻ്റെ കോഎഫിഷ്യൻറ്റുകൾ മൾട്ടിപ്ലൈ ചെയ്യുക പ്ലസ് ജെൻ്റെ കോഎഫിഷ്യൻറ്റ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -1 ഇൻറ്റു 1 പ്ലസ് കെൻ്റെ കോഎഫിഷ്യൻറ്റ് 1 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ റൂട്ട് 1, 1, 1, 3 വരും. ഇവിടെ ചെയ്താൽ 1 + 1 + 4 that is root 6. This is equal to -1 -2 plus 2 0. So 0 by √3 √6 വരും, which is equal to 0. അപ്പം നിങ്ങൾക്ക് കിട്ടിയത് കോസ് തീറ്റ 0 ആണ്. കോസ് തീറ്റ 0 ആവുന്നത് നിങ്ങൾക്കറിയാം തീറ്റ 90 ഡിഗ്രി ആകുമ്പോഴാണ്, അല്ലെങ്കിൽ π/2 ആകുമ്പോഴാണ്. അപ്പോൾ തീറ്റ ആംഗിൾ ഇവിടെ ചോദിച്ച ആംഗിൾ ബിറ്റ്വീൻ ദിസ് വെക്ടേഴ്സ് ഇസ് 90 ഡിഗ്രി. ഓക്കെ.